നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 751 751. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 751. ഇന്ന് 22-ാം സർഗം ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ ശരീരം ഒരു ഗുരു എന്നാണ് പറഞ്ഞത്. ശരീരം ഒരു ഗുരു. എത്ര ആൾക്കാർ അത് മനസ്സിലാക്കി? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഭാഗവതത്തിൽ ഇതെല്ലാം 6-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം വായിക്കും. പക്ഷേ അതിനെപ്പറ്റി ആരും ബോധവാന്മാരാവണില്ല. അപ്പോൾ ഒരു സപ്താഹം കഴിഞ്ഞാൽ എനിക്ക് ഗുരു ഇല്ലാതെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഗുരു ഈ പ്രകൃതിയിൽ നിന്നുള്ളവരുടെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എന്തൊന്നില്ലാത്ത ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് നമ്മൾക്ക് ഉയരാനുള്ള ഒരു സന്ദർഭം കിട്ടും. എന്തോ ആവട്ടെ. അപ്പോൾ 21-ാം സർഗത്തിൽ അവസാനത്തെ 50-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ടാണ് നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. അതെന്തായിരുന്നു? ഗുരുസ്ഥാനത്ത് ഈ ഞാൻ അഴകിൽ ഇതുമട്ടിൽ പലരെയും വരിച്ചിടാറുണ്ടെന്നറിയുക മഹാഭാഗ്യജലതേ. പഠിക്കേണ്ടുന്നോർക്ക് ഈ ഉലകം ഒരു കലാശാല. വരദൻ തുറന്നേ വെച്ചിട്ടുള്ളത് വെറുതെയോ. കേൾക്കുകയിനിയും. എന്താ അതിൻ്റെ ഒരു ഭാവം? ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഈ ലോകം എന്നുള്ളത്. അതിൽ ചാൻസലറും വൈസ് ചാൻസലറും ഡീനും പ്രൊഫസേഴ്സും ശിഷ്യന്മാരൊക്കെ നമ്മൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞത്. ഗുരുസ്ഥാനത്ത് ഈ ഞാൻ അഴകിൽ ഇതുമട്ടിൽ പലരെയും വരിച്ചിടാറുണ്ടെന്നറിയുക മഹാഭാഗ്യജലതേ. പഠിക്കേണ്ടുന്നോർക്ക് ഈ ഉലകൊരു കലാശാല. വരദൻ ഈശ്വരൻ തുറന്നേ വെച്ചിട്ടുള്ളത് വെറുതെയോ. കേൾക്കുക ഇനിയും. എന്താ ഒരു ഭാവശുദ്ധി! പറഞ്ഞ പക്ഷേ സത്യം പറയാമല്ലോ, ഇന്നലെ എനിക്ക് ഈ ശ്ലോകം ഇത്ര ഹാർദവമായിട്ട് തോന്നിയില്ല. കാരണം അതവിടെ കഴിയണ ഒരു മൂഡിലായിരുന്നു. ഇന്നത് എനിക്ക് 2 പ്രാവശ്യം വായിക്കാനുള്ളൊരു ത്വരിതയുണ്ടായി. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം കുറേ കൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ശരീരം ഒരു ഗുരു എന്നുള്ളതിൽ 1-ാമത്തെ ശ്ലോകം പറയണു. ശരിക്ക് ഉൽപ്പത്തിനാശങ്ങൾ നിത്യവും കാട്ടി. നിത്യവും ശരിക്ക് ഉൽപ്പത്തിനാശങ്ങൾ നിത്യവും കാട്ടി. ദുഃഖമാം മേലാലെന്നോർമ്മയേകീടും ദേഹവും ഗുരു തന്നെയാം. ഈ ശരീരം ഒരു ഗുരു തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ? ദുഃഖമാം മേലാലെന്നോർമ്മയേകീടും ദേഹവും ഗുരു തന്നെയാം. വൈരാഗ്യമാമട്ടരുളുമത്രയല്ല വിവേകവും വളർത്തും പല തത്വങ്ങൾ ചിന്തിപ്പാൻ വഴിയേകിടും. ഭാഗവതം വായിച്ചിട്ട് പല തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വായിക്കണം നമ്മൾ? വൈരാഗ്യമാമട്ടരുളു മാത്രയല്ല വിവേകവും വളർത്തും പല തത്വങ്ങൾ ചിന്തിപ്പാൻ വഴിയേകിടും. എന്നാലും ഇതിൽ ആസക്തി വയ്ക്കാതെന്നും അസംഗനായി നടക്കും ഞാൻ. ഇതൊരു നാൾ വെണ്ണീറാം തീർച്ചയല്ലയോ. ഒരു ദിവസം എൻ്റെ ശരീരവും ഒരു പിടി ചാമ്പലാവും. എന്നാലും ഇതിൽ ആസക്തി വയ്ക്കാതെ, ഈ ശരീരത്തിൽ ആസക്തി വയ്ക്കാണ്ട്, എന്നും അസംഗനായി ആരോടും കൂട്ടില്ലാണ്ട് നടക്കും ഞാൻ. ഞാനും ഒരു നാൾ വെണ്ണീറാം തീർച്ചയല്ലയോ. അതെ, തീർച്ചയാണ്. ഇനി പിന്നെ എന്താണെന്നാ പറയുക, 4-ാമത്തെ ശ്ലോകം
എൻസർക്കിൾ ചെയ്യുക ചെയ്തിരുന്നത്. ദാറ്റ് മീൻസ് എന്തോ വല്ലാത്തൊരു ഭാവമുണ്ട് ആ പിന്നെ കാര്യത്തിൽ. അപ്പോൾ അത് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭക്തിജ്ഞാനങ്ങളും മറ്റും നേടാൻ കാരണമാകിലും, ഭക്തിയും ജ്ഞാനവും നേടാൻ കാരണമാകിലും അത്യന്തം ആദരിച്ചിടിൽ അജ്ഞാനത്തിൽ ഇത് ആഴ്ത്തിയിടും. നമ്മൾക്കൊരു കോഷൻ തരാം, ബി കെയർഫുൾ. വൈ? ഭക്തിജ്ഞാനങ്ങളും മറ്റും നേടാൻ കാരണമാകിലും, ഇത് വേണ്ട പോലെ പഠിച്ചാൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത്യന്തം ആദരിച്ചിടിൽ, അല്ലേ? അത്യന്തം ആദരിച്ചാൽ സുഖ പ്ലസ്സാണ്. അല്ലെങ്കിലോ ആദരിച്ചിടിൽ അജ്ഞാനത്തിൽ ഇത് അത്യന്തം ആദരിച്ചിടിൽ അജ്ഞാനത്തിൽ താഴ്ത്തിയിടും. ഓപ്ഷൻ ഈസ് ദ. നമ്മൾ ഇതിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ആദരവോട് കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിലോ നമ്മൾ ഡുബ് ജായുക. അതാണ് പറഞ്ഞത്, ഇതിൽ ആഴ്ത്തിയിടും. ആ മട്ട് ഇതൊരു വല്ലാത്ത ഗുരുവാണത് മോദിയിടാം. ആ മട്ട് ഇത് വല്ലാത്തൊരു ഗുരു. ആരാ? ഈ ശരീരം. നേരാവാനും സാധ്യതയുണ്ട്, നേരാവാതെ ഇരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ. ഏതൊന്നിൻ്റെ സുഖത്തിനു വേണ്ടിയ അമ്മിക്കമർത്യനും. ഈ ദുഃഖം ഉണ്ടാവണത് എങ്ങനെ? ശരീരം കൊണ്ട് ദുഃഖം ഉണ്ടാവണത് എങ്ങനെ എന്നാ പറഞ്ഞത് 6ാമത്തെ ശ്ലോകത്തിൽ. 5ാമത്തെ വരി 2 വരിയുള്ളൂ. ആ മട്ട് ഇതൊരു വല്ലാത്ത ഗുരുവാണ് അതും മോതിടാം. പിന്നെ പറയണോ, ഏതൊന്നിൻ്റെ സുഖത്തിനു വേണ്ടിയാമിക്കമർത്തനും ഭാര്യയും മക്കളും വീടും ധനവും ഭൃത്യവർഗവും മറ്റും വളർത്തിയിടുവത്. ഈ ശരീരത്തിന് സുഖം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, വീട്, ധനം, ഭൃത്യവർഗവും മറ്റും വളർത്തിയിടുവത് ഈ മണ്ണിൽ അധ്വാനശീലനായി. ഈ മണ്ണിൽ അധ്വാനശീലനായിട്ട്. എന്നിട്ടോ അതേ ദേഹം അതിൻ ബീജം പാകിയല്ലാതെ ദേഹിയെ. അതേ ദേഹം അതിൻ ബീജം പാകിയല്ലാതെ ദേഹിയെ വിട്ടുപോകില്ല. ദേഹിയെ വിട്ടുപോകില്ല. വൃക്ഷം പോലെന്നും എന്നെന്നും അതു കാരണം. അപ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരം കൊണ്ടൊരു കാര്യമില്ലാതാണ് പറഞ്ഞത്. ഇന്ന് ജസ്റ്റ് ഞാൻ ഈ എപ്പിസോഡ് പറയുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുമ്പേ എൻ്റെ അളിയൻ, അതായത് പ്രകാശൻ്റെ അച്ഛൻ, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ ഓരോ സെക്ഷൻ വൈസ് 3 ഫേസ് കണക്ഷനാണ്. അപ്പോൾ പർട്ടിക്കുലർ ഒരു സെക്ഷനിൽ അടുക്കളയിൽ എന്താ പറയുക, കറണ്ടില്ല. അപ്പോൾ ഇലക്ട്രീഷ്യനെ വിളിച്ചു. ഇലക്ട്രീഷ്യൻ പറഞ്ഞു, ഞാനൊരു ഒരു വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, അവിടെയാണ്. ഉടനെ ആരാ മരിച്ചതെന്നായി. അപ്പോഴേക്കും എൻ്റെ മിസ്സീസ് ഒരു അവളുടെ ഫോൺ എടുത്ത് കൊടുത്തിട്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ് മരിച്ചത്. അവളുടെ പ്രായം, ഒരു മുസ്ലിം സഹോദരൻ, സോ ഇൻ്റലിജൻറ്റ് ആൻഡ് സോ ചാമിങ് ആൻഡ് സോ സിൻസിയർ. അവൾ പറയാണ്, അവൾ മലയാളത്തിലാണ് പറഞ്ഞത്. സോ സിൻസിയർ. ഒരാൾക്കും ആ കുട്ടീനെ പറ്റിയിട്ട് ഒരപാകതയും പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഗൾഫിലാണ്, 3 പെൺകുട്ടികളാണ്, നന്നായിട്ട് എല്ലാവരെയും വിവാഹം കഴിച്ചു കൊടുത്തു. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന വ്യക്തിയുടെ ഏട്ടനാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു യു ക്യാൻ ഗോ ടുമോറോ 8 മണിക്കല്ല 7 മണിക്ക് വേണമെങ്കിൽ പോയി കണ്ടിട്ട് വരൂ. ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെയാണ്? അവരുടെ SSLC ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ഒരു 6 കൊല്ലം മുമ്പ്. അങ്ങനെയാണ് അവർക്ക് ന്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താ അത് പറയാൻ കാരണം, ഈ ശരീരം ഒത്തു വന്നാൽ മോക്ഷത്തിനും ഒത്തു വന്നില്ലെങ്കിൽ നരകത്തിനും ബാധകമാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചർച്ച. അപ്പോൾ ആ പ്രായത്തിൽ, പഠിക്കുന്ന പ്രായത്തിൽ ആ പയ്യൻ്റെ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ആ പയ്യൻ്റെ, അതോ അവൻ, ഞാനൊരു എക്സ് ബോംബെ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിയെന്നെ, അവൻ്റെ മകളുടെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചു, വീട്ടിൽ വന്ന് ക്ഷണിച്ചു. അപ്പോൾ ഇവർ കണ്ടു, പരിചയപ്പെട്ടു, വായ തോരാതെ കണ്ട് സംസാരിച്ചു. ആസിഫ് എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിലാണ് ഒരാൾ മരണപ്പെട്ടത് എന്ന നിലയ്ക്കാണ് അവളുടെ വിഷമം. അതാണ് എന്നെ ടച്ച് ചെയ്തത്. അപ്പോൾ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? 10ാം ക്ലാസ് വരെ പഠിച്ചു, 5 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. ആ 5 വർഷത്തെ ഡീസൻറ്റ് ജെന്റിൽമാൻഷിപ്പ്, അതാണ് ഒരു വ്യക്തിയെ കീർത്തിമാനാക്കുന്നത്. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് യാദൃച്ഛികമായിട്ടാണ് ഇവിടെ ശരീരം ഒരു ഗുരു എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഏതൊന്നിൻ്റെ സുഖത്തിനു വേണ്ടി ആ അമ്മയ്ക്കമർത്യനും ഭാര്യയും മക്കളും വീടും ധനവും പ്രത്യവർക്കവും മറ്റും വളർത്തിയിടുവത് ഈ മണ്ണിൽ അധ്വാനശീലനായി. അപ്പോൾ നമ്മുടെ കഥാകാരൻ ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ അതേ ദേഹം അതിൻ ബീജം പാകയല്ലാതെ ദേഹിയെ വിട്ടുപോകില്ല. അപ്പോൾ നമ്മൾ എത്ര ശുഷ്കാന്തിയോടുകൂടി ജീവിത സന്ധാരണം ചെയ്യുകയാണെങ്കിലും പുനരഭിജനനം ഇല്ലാതെ കണ്ട് പുനരഭിമരണം ഇല്ലാത്ത പദവിയിലേക്ക്, മോക്ഷത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ആയിട്ടില്ലെങ്കിൽ ഈ ജീവിതം പിന്നെ എന്തിനാ? അപ്പോൾ അതേ ദേഹം അതിൻ ബീജം പാകയല്ലാതെ ദേഹിയെ വിട്ടുപോകില്ല വൃക്ഷം പോലെന്നും മധു കാരണം ദേഹം നശിച്ചിടുകലും ദുഃഖം തീരില്ല തീർച്ചയാം. അപ്പോൾ നമ്മളെ കഥാനായകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദുഃഖമല്ല, സൗഖ്യമുണ്ടായി. കാരണം എന്താ, എല്ലാവർക്കും സമ്മതനാണ് അദ്ദേഹം, അതായിരിക്കണം. അപ്പോൾ ദേഹം നശിച്ചിടുകലും ദുഃഖം തീരില്ല തീർച്ചയാം, വല്ലോരും ഈ ഗുരുവിനെ സേവിപ്പതിനൊരുങ്ങിയിൽ. നമ്മൾ ഈ ശരീരത്തെ ഗുരുവായിട്ട് കണക്കാക്കി ഇതിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ, മക്കളെ, വീട്, ധനം, വൃത്തിവർക്കത്തിനും വെച്ചാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ വല്ല കോഴിയായിട്ട് വരും. നമ്മളെ പൂട പൊളിച്ച് ഉപ്പുമുളകും തേച്ച് പൊരിച്ചെടുക്കുക തന്നെ. മനസ്സിലായോ? അപ്പോൾ വല്ലോരും ഈ ഗുരുവിനെ സേവിപ്പതിനൊരുങ്ങിയിൽ വലിക്കും ഒരിടത്തേക്ക് കണ്ണുകളും. നാവൊരു ഭാഗത്തേക്ക് കൂടിപ്പോവും, കണ്ണുകൾ വേറൊരു ഭാഗത്തേക്ക് കൂടിപ്പോവും എന്നാണ് പറഞ്ഞത്. 10 ഇന്ദ്രിയവും ഈ വണ്ണം മിഴിക്കും അവനെ സ്വയം ഓരോരറിയിലേക്ക് ഓരോ കാന്ത എന്നതുപോലവേ. ഓരോ അറയിലേക്ക് ഓരോ കാന്തൻ എന്ന പോലവേ. ആലോചിച്ച് നോക്കണം, ഈ ശരീരം ഈശ്വര ഭജനത്തിന് ഉപകരിച്ചിട്ടില്ലെങ്കിലത്തെ പോരായ്മയാണ് ഈ പറഞ്ഞത്. 10 ഇന്ദ്രിയവും ഈ വണ്ണം മിഴിക്കും അവനെ സ്വയം ഓരോരോ അറയിലേക്ക് ഓരോ കാന്ത എന്നതുപോലവേ. ഓരോ ഭാര്യമാരെ തന്നെ ഓരോരോ അറയിലേക്ക് സ്വീകരിക്കുന്നത് പോലെ ജീവന് വാസസ്ഥാനങ്ങൾ പലതും നിഖിലേശ്വരൻ. എങ്ങനെ? മരം, മൃഗം, പാമ്പ്, പക്ഷി, എറുമ്പ്, ഈച്ചകൾ, ഈ വിധം ജീവന് ജീവൻ എല്ലാറ്റിലും ഉണ്ട് അല്ലേ? അപ്പോൾ ജീവന് വാസസ്ഥാനങ്ങൾ പലതും നിഖിലേശ്വരൻ.
മരം, മൃഗം, പാമ്പ്, പക്ഷി, എറുമ്പ്, ഈച്ചകളീ വിധം നിർമ്മിച്ചും അതുകൊണ്ടൊന്നും തൃപ്തി വന്നീലൊരൽപ്പവും ധർമാതി സമ്പാദകമാവായികയാൽ അവസാനമായി. അപ്പോൾ 84 ലക്ഷത്തിൽ 83,99,999 ക്രിയേച്ചേഴ്സിനെയും സൃഷ്ടിച്ചു. പക്ഷേ സാറ്റിസ്ഫൈ ആയിരുന്നില്ല. പിന്നെ അതിൽ ഒരെണ്ണത്തിനും കൂടി മനുഷ്യനെ, അതാണ് നിർമ്മിച്ചു അതുകൊണ്ടൊന്നും തൃപ്തി വന്നീലൊരൽപ്പവും ധർമാതി സമ്പാദകമാവായികയാൽ അവസാനമായി മനുഷ്യദേഹം സൃഷ്ടിച്ചു. മനുഷ്യദേഹം സൃഷ്ടിച്ചപ്പോൾ സന്തോഷിച്ചാനതിൽ പ്രഭു. സന്തോഷം ഉണ്ടായിരുന്ന എന്താ കാരണം? ബ്രഹ്മാവ് ബ്രഹ്മം ബ്രഹ്മാവ് അവലോക സാമർത്ഥ്യം മിന്നിയൊട്ടൊരു കാൺകയാൽ ബ്രഹ്മ അവലോക സാമർത്ഥ്യം മിന്നിയിട്ടൊട്ടു കാൺകയാൽ എത്രയോ കുറിജന്മങ്ങൾ കഴിഞ്ഞി ഈ വിധം മൂഴിയിൽ കൈവന്നിടുന്നതാം മർത്യദേഹം പരമദുർലഭം. അപ്പം ലക്ഷക്കണക്കിന് പല യോനികളിലും ജനിച്ചും മരിച്ചും ശിലകളായിട്ടും വൃക്ഷലതാദികളായിട്ടും ഇറുമ്പായിട്ടും ഈച്ചയായിട്ടും തേളായിട്ടും കരിക്കുന്നനായിട്ടും ഞാഞ്ഞൂളായിട്ടും ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയോ കുറിജന്മങ്ങൾ കഴിഞ്ഞ് ഈ വിധമൂഴിയിൽ കൈവന്നിടുന്നതാം മർത്യദേഹം പരമദുർലഭം. എന്നിട്ടും നമ്മൾ അതിനെ വകതിരിവോടുകൂടി കാണാതെ കണ്ട് മറ്റുള്ളവർക്ക് വേദനകൾ കൊടുത്ത് സ്വയം വേദനകളുടെ ഒരു ഭണ്ഡാകാരമായിട്ട് നമ്മൾ തീരുകയാണ്. ഉറങ്ങാൻ മരുന്ന് കഴിക്കണം, ദഹിക്കാൻ മരുന്ന് കഴിക്കണം, വാട്ട് എൽസ് വി വാണ്ട്. എന്നാൽ നിത്യവും പിന്നിൽ അന്തകൻ പതി നിൽപ്പതും. എന്നാൽ നിത്യവും നമ്മുടെ പിന്നിൽ അന്തകനുണ്ട്, നമ്മുടെ നിഴലായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. എന്നാൽ നിത്യവും പിന്നിൽ അന്തകൻ പതി നിൽപ്പതും മനതാരെങ്കിലോർമ്മിച്ചു മതിമാൻ മടിയെന്നിയേ. ആരാണ് മരണം സ്വാഭാവികമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് വിചാരിക്കണത്? അവൻ സമർത്ഥനാണ്. കാരണം എന്താ? അവന് മരണത്തിൽ ഭയമില്ല. എന്നെ ഇന്ദ്രിയം വഴി ശബ്ദാദികളിൽ ചെല്ലുന്ന മാനസം, ഇന്ദ്രിയം വഴി ശബ്ദാദികളിൽ ചെല്ലുന്ന മാനസം പിന്തിരിപ്പിച്ചുടൻ തന്നെ പരമാത്മാവിൽ നിർത്തുവാൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സ് പോരുത്. പിന്നെ എന്ത് വേണം? തന്നിലുള്ള ആത്മീയ ചൈതന്യത്തിൽ മനസ്സ് ഉറയ്ക്കണം. അപ്പോൾ പറഞ്ഞു, ഇന്ദ്രിയം വഴി ശബ്ദാദികളിൽ ചെല്ലുന്ന മാനസം പിന്തിരിപ്പിച്ചുടൻ തന്നെ പരമാത്മാവിൽ നിർത്തുവാൻ. ബ്രഹ്മചര്യാദി സംശുദ്ധമാകിൽ ഈ മർത്യജീവിതം. ഏതാ നമ്മളെ രക്ഷിക്കുക? ബ്രഹ്മചര്യാദി സംശുദ്ധമാകിൽ ഈ മർത്യജീവിതം മോക്ഷം വരേക്കും സമ്പാദിപ്പിതനാവുന്നതാകയാൽ മോക്ഷം കൂടി കിട്ടുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് പറഞ്ഞത്. എത്ര തന്നെ. അപ്പോൾ ബ്രഹ്മചര്യാദി സംശുദ്ധമാകിൽ ഈ മർത്യജീവിതം മോക്ഷം വരേക്കും സമ്പാദിപ്പതിനാവുന്നതാകയാൽ ഭഗവത് ശരണാംബോധധ്യാനം ശീലിച്ചു മിന്നുവാൻ. നമ്മൾ എന്ത് ചെയ്യണം? ഇറസ്പെക്റ്റീവ് ഓഫ് ദി കാസ്റ്റ് ആൻഡ് ക്രീഡ് ഡിവിഷൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ജന്മാണെങ്കിലും ശരി, ഏത് വർണ്ണത്തിലാണെങ്കിലും ശരി, ബ്രഹ്മചര്യാദി സംശുദ്ധമാകിൽ മർത്യജീവിതം മോക്ഷം വരേക്കും സമ്പാദിപ്പതിനാവുന്നതാകയാൽ ഭഗവത് ശരണാംബോധധ്യാനം ശീലിച്ച് മിന്നുവാൻ ആരംഭിക്കുക
നാളേക്ക് നീട്ടിവെക്കായി ഒരിക്കലും. ഇന്ന് മുതൽക്ക് ശുഭശ്യ ശീഘ്രം, ഇന്ന് മുതൽക്ക് തന്നെ, ഈ നിമിഷം മുതൽക്ക് എല്ലാവരും ആത്മീയ ചൈതന്യത്തിൽ ലയിച്ച് പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ ശ്രദ്ധിക്കണം. എന്നാണ് ഈ ഉടൽ വയ്യാതാം അളവെന്നാർക്കറിഞ്ഞിടാം. 2 വരിയുള്ളൂ. 19ാമത്തെ വരി ശ്ലോകം. എന്നാണ് ഈ ഉടൽ വയ്യാതാം അളവെന്നാർക്കറിഞ്ഞിടാം. എപ്പോഴാണിത് പടിമുടുക്കുക? എപ്പോഴാണ് ജീവൻ ഈ ശരീരത്തെ വിട്ടു പോവുക? ആർക്കും പറയാൻ പറ്റില്ല. മഹത്താം സമയം തെല്ലും നഷ്ടമാവാതെ മന്നിതിൽ. മഹത്താം സമയം തെല്ലും നഷ്ടമാവാതെ മന്നിതിൽ, അല്ലേ? മയങ്ങിൽ ഒരു കാലത്തും മഹത്താം ലക്ഷ്യമാർന്നവൻ. എന്താണ്? അതായത് മഹത്താം സമയം തെല്ലും നഷ്ടമാവാതെ മന്നിതിൽ. ഞാൻ ആ 2 വരി വേറെ വായിച്ചത്. മഹത്താം സമയം തെല്ലും നഷ്ടമാവാതെ മന്നതിൽ വേണ്ടും മട്ടുപയോഗിപ്പാൻ മാത്രമാം മതിയുള്ളവൻ. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും പുനരഭിജനനം പുനരഭിമരണത്തിന് വട്ടം കൂട്ടില്ല. അതാണ് പറഞ്ഞത്. പിന്നെ പറയണു, മൃഗങ്ങൾക്കും ലഭിച്ചിടും ആഹാരാദി സുഖങ്ങളിൽ, അല്ലേ? മൃഗങ്ങൾക്കും കിട്ടും മനുഷ്യനെ പോലെ ആഹാരം, ഉറക്കം, മൈഥുനം, ഇങ്ങനെ 3 പറയാം. മൃഗങ്ങൾക്ക് എവിടെയാ എന്താണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്കും ലഭിച്ചിടും ആഹാരാദി സുഖങ്ങളിൽ മയങ്ങിൽ ഒരു കാലത്തും മഹത്താം ലക്ഷ്യമാർന്നവൻ. മഹത്താം മയങ്ങിൽ ഒരു കാലത്തും. ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ വീട്ടിലാണെങ്കിൽ കാലത്ത് ഊണ് കഴിക്കണതിൻ്റെ മുമ്പ് ഒരു 4 ചായ കുടിക്കും. അത് ഈ ഓഫീസ് 36 വർഷത്തെ IIT സമ്പാദിച്ചതാണത്. എന്നാൽ സപ്താഹത്തിന് പോയാൽ അതൊന്നുമില്ല. ഇനി വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട. എന്താ കാരണം? മനസ്സ് ചായലല്ല, മനസ്സ് ഈശ്വരനില്ല. അതല്ലേ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, 10 to 12 ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല ഞാൻ. അതിൻ്റെ ആവശ്യമില്ല, ക്ഷീണമില്ല. അപ്പോൾ പറഞ്ഞു, മയങ്ങില്ല ഒരു കാലത്തും മഹത്താം ലക്ഷ്യമാർന്നവൻ. അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ മട്ടിൽ വൈരാഗ്യം എന്ന് ആത്മജ്ഞാനത്തിൽ മുങ്ങി ഞാൻ. ആ ബ്രാഹ്മണൻ ഇവിടെ പറയാണ്, ശരീരം ഒരു ഗുരുവാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ടാണ് അവർ ഈ മട്ടിൽ വൈരാഗ്യം എന്ന ആത്മജ്ഞാനത്തിൽ മുങ്ങി ഞാൻ. അഹങ്കാരമകന്നെങ്ങും യഥേഷ്ടം സഞ്ചരിക്കയാം. അഹങ്കാരമില്ല, എനിക്ക് തീരില്ല, അദ്ദേഹം പറയാം. എന്നിട്ടോ യഥേഷ്ടം, ഇഷ്ടം എവിടേക്കാണ്? എനിക്ക് ഇഷ്ടമില്ലാണ്ട് വേറൊന്നുമില്ല, അനിഷ്ടമൊന്നുമില്ല. കുളിക്കാൻ പറ്റിച്ചാൽ കുളിക്കും, നല്ല വെള്ളം കിട്ടിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട. ഒരു നേരം ആഹാരം കിട്ടിയില്ല, വേണ്ട. ആഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യാറ് പതിവില്ല എന്നാണ് പറഞ്ഞത്. കാരണം പെരുമ്പാമ്പിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 23ാമത്തെ ശ്ലോകം പറഞ്ഞു, ഒരേ തത്വം ഋഷീന്ദ്രന്മാർ പലേ മട്ടുൽ അരുളിയിടവേ. ശ്രദ്ധിക്കണം, ഒരേ തത്വം ഋഷീശ്വരന്മാർ പല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ തത്വം ഋഷീന്ദ്രന്മാർ പലേ മട്ടരുളിയിടവേ ഗുരുപതിഷ്ഠമാം ജ്ഞാനമുള്ളിൽ നന്നായി ഉറയ്ക്കുവാൻ. ഗുരു ഉപദിഷ്ടമാം, ഗുരുപദിഷ്ടം, ഗുരു പറഞ്ഞിട്ടുള്ള ജ്ഞാനം ഉള്ളിൽ നന്നായി ഉറയ്ക്കുവാൻ. വ്യവഹാര പദാർത്ഥങ്ങൾ പലതും ഗുരുഭൂതരായ ഉപാസനാകുലത്തിന് ഈ വിധം ഞാൻ വരിച്ചതാം. ഞാൻ ഈ 24, 25 അല്ലേ പ്രകൃതി തത്വമായുള്ള ഗുരുക്കന്മാരെ ഇങ്ങനെ പറയാൻ കാരണം, വ്യവഹാര പദാർത്ഥങ്ങൾ പലതും ഗുരുഭൂതരായ ഉപാസന അനുകൂലത്തിന് ഈ വിധം ഞാൻ വിവരിച്ചതാം.
പിന്നെ പറയണു, ഈ വണ്ണം അരുളി ചെയ്ത് ആയത് ഇന്ദ്രൻ യദുപൂജിതൻ. ഈ വണ്ണം അരുളി ചെയ്ത് ആയത് ഈ വണ്ണം അരുളി ചെയ്ത് ആ യതീന്ദ്രൻ എന്നാണ്. എന്തൊരു കഷ്ട. അല്ല, എനിക്ക് വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ വണ്ണം അരുളി ചെയ്ത് ആ യതീന്ദ്രൻ യദുപൂജിതൻ ആനന്ദമഗ്നനായി എങ്ങോ ഗമിച്ചാൻ വന്ന മാതിരി. എവിടുന്ന് വന്നു അറിയില്ല, എവിടേക്ക് പോയി അതും അറിയില്ല. ആനന്ദമഗ്നനായി എങ്ങോ ഗമിച്ചാൻ വന്ന മാതിരി. ഇനി ഈ 22-ാം സർഗത്തിൽ അവസാനത്തെ ശ്ലോകം പറയാണ്, 26-ാമത്തെ ശ്ലോകം പറയാണ്, അതുവിധം അവധൂത വാക്കു കേട്ട് അത് വാക്കു കേട്ടത് അതുമല്ല, അതുവിധം അവധൂത വാക്കു കേട്ടത് കേട്ട് അത് അതുമല്ല, അങ്ങനെയല്ല. അതുവിധം അവധൂത വാക്കു കേട്ടത് ഉലകു കുതൂഹലം ഉള്ളിലാർന്നുടൻ കേട്ടത് അവിടെ ഒരു വാക്ക് മിസ്സായിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം, കിട്ടുന്നില്ല. അതുവിധം അവധൂത വാക്കു കേട്ടതുല കുതൂഹലം ഉള്ളിലാർന്നുടൻ കേട്ടതുലക കേട്ട് അത് കുതൂഹലം എന്നാണ്. കേട്ടത് കുതൂഹലം ഉള്ളിലാർന്നുടൻ, കുതൂഹലം സന്തോഷം കൊണ്ട് യദുനരപതി സർവസംഗവും മതിയിൽ അകന്നു വിളങ്ങി ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞത്. യദുനരപതി, ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ യദുനരപതി സർവസംഗവും മതിയിൽ അകന്നു വിളങ്ങി ഭാഗ്യവാൻ, എല്ലാ കൂട്ടുകെട്ടുകളും മാറിയിട്ട് നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം തുടങ്ങിയതാണ്. കൂട്ടുകെട്ട് ഒഴിവാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസന കാണ്ഡേ ദ്വാവിംസി സർഗ. 22-ാമത്തെ സർഗം അവസാനിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 752-ാമത്തെ ഭാഗമാണ് വരിക. അത് നമ്മൾക്ക് സംസാരബന്ധം, 23-ാം സർഗം നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിത്തീരട്ടെ നമ്മുടെ നിത്യ സദാ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ജീവിതം ലോകർക്ക് പ്രിയമുള്ളതായി തീരണം. അതുകൊണ്ടാണ് ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. ഏവർക്കും നമസ്കാരം. ഒന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.